ജവഹർലാൽ നെഹ്റുവിന്റെ 1 രൂപ എന്ന് പറയുകയാണെങ്കിൽ 2 എണ്ണം നമ്മളുടെ കൈവശമുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്. അപ്പോ ഈ കോയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീഴിലുള്ള പ്ലേ ബട്ടന്റെ അവിടെ ജവഹർലാൽ നെഹ്റു എന്ന് എഴുതിയിട്ടുള്ളവർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. മറ്റൊരു 1 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. മറ്റേ 1 രൂപ എന്ന് പറഞ്ഞാൽ 1964 പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ 1989 പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അതായത് 1889 ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ചാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഈ ഒരു കോയിൻ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളതിന്റെ ചുറ്റുമായിട്ട് ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജന്മശാദി എന്നുള്ളത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് 1989 പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശോക സ്തംഭം കാണാവുന്നതാണ്. അശോക സ്തംഭത്തിന്റെ കീഴെ നോക്കുകയാണെങ്കിൽ 1 എന്നുള്ള ഡിജിറ്റ് കാണാവുന്നതാണ്. ആ 1 എന്നുള്ളതിന്റെ 2 സൈഡിലായിട്ട് റുപ്പി എന്നുള്ളത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. മുകളിൽ അശോക സ്തംഭത്തിന്റെ 2 സൈഡിലായിട്ട് ഭാരത് ഇന്ത്യ എന്നുള്ളത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുള്ളതായിട്ട് കാണാവുന്നതാണ്. ഇത് 25% നിക്കലിലും 75% കോപ്പറിലുമാണ് ഈ കോയിൻ നിർമ്മിച്ചിട്ടുള്ളത്. 6 ഗ്രാമാണ് ഈ കോയിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 1989 എന്നുള്ളതിന്റെ കീഴായിട്ട് ഒരു ഡോട്ട് കാണാവുന്നതാണ്. ഈ ഡോട്ട് മുംബൈ മിന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് മിന്റ് ആണ്. ഒരു സിംബലും ഇല്ല, അതെയാണ് കിടക്കുന്നെങ്കിൽ അത് കൽക്കട്ട മിന്റ് ആണ് വരുന്നത്. അപ്പൊ ഇത് മുംബൈ മിന്റിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള 1 രൂപ കോയിനാണ്. 1989 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ഒരു കോയിനാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.